ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വിശദീകരണം ഏറ്റവും ലളിതമായ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമിനോടനുബന്ധിച്ച് പെട്ടെന്ന് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലയം ഓഫ് ലഹർട്ടി എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണത്. ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു യങ് സീകളാണ്, ഒരു ചെറിയ കടൽക്കാക്കയാണ്. നമുക്കറിയാം ഈ കടൽക്കാക്കയ്ക്ക് പറക്കാൻ അറിയില്ല, പറക്കാൻ അതൊരു പേടിയാണ്. അതിനെ പറക്കുന്ന കല പഠിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ശ്രമിച്ചെങ്കിലും അതിനത് പഠിക്കാനായില്ല. ഭയവും ആത്മവിശ്വാസക്കുറവുമാണ് ഇതിൻ്റെ കാരണം. അതിൻ്റെ സഹോദരങ്ങളെല്ലാം പഠിക്കുന്ന കല സ്വായത്തമാക്കുകയും രക്ഷിതാക്കളോടുകൂടെ തൊട്ടടുത്ത കുന്നിലേക്ക് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കൾ ഒരു ശിക്ഷ എന്ന നിലയിൽ നമ്മുടെ യങ് സീകളിനെ ഒറ്റയ്ക്ക് അവൻ്റെ ലഡ്ജിൽ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അവനാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിശപ്പ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ലഭിക്കുമെന്ന് അവിടെ ഇവിടെയെല്ലാം നോക്കി സ്വന്തം മുട്ടത്തോട്, താൻ സ്വയം വിരിഞ്ഞു വന്നിട്ടുള്ള മുട്ടത്തോട് തന്നെ കഴിക്കുകയും തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കഴിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്തിരുന്നു നമ്മുടെ യങ് സീകളിന്. അവസാനം വിശപ്പ് സഹിക്കവയ്യാതെ ലഡ്ജിൻ്റെ അറ്റത്ത് പോയി നിന്ന് ഉറങ്ങുന്നതായി ഭാവിക്കുന്നതാണ് നമ്മൾ അവസാനം കണ്ടത്. ഉറങ്ങുന്നതായി ഭാവിക്കുന്നു. ഒരു കാല് പൊക്കി പിടിച്ച് ഒറ്റ കണ്ണ് വെച്ചിട്ട് അപ്പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും നോക്കുന്ന സമയത്ത് ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല, അവൻ്റെ അമ്മയല്ലാതെ. ഈ ഒരു ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗം നോക്കാം. അവൻ്റെ അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റോ, ഹർ വൈഡ് breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. അപ്പോൾ അവൻ്റെ അമ്മ ആ നിരപ്പായ പ്രദേശത്ത് ഒരു ഉയർന്ന ഹമ്പിന് മുകളിലാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അവരുടെ വൈറ്റ് ബ്രസ്റ്റ്, വെളുവെളുത്ത നിറത്തിലുള്ള ആ മാറിടം മുന്നോട്ട് തുടിക്കുന്നുണ്ട്, ത്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ കഷ്ണം കാലിനടിയിൽ വെച്ച് കൊത്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊക്കിന് മൂർച്ച കൂട്ടുന്നുമുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അവനും അതുപോലെ ഫുഡ് കൊത്തി കീറി വലിച്ചെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഹൗ ഹി ലവ്ഡ് ടു tear food that way, scraping his beak now and again to wet it. Wet means sharp. അതായത് കൊക്ക് മൂർച്ച വരുത്താൻ വേണ്ടി ഇതുപോലെ സ്ക്രാപ്പ് ചെയ്യുക, പാറയ്ക്ക് മുകളിൽ സ്ക്രാപ്പ് ചെയ്യുക, ഉറയ്ക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ ഭക്ഷണം അങ്ങനെ കൊത്തി വലിക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ ആലോചിക്കുകയാണ്. അവന് അത്രത്തോളം ഇഷ്ടമാണത് ചെയ്യാൻ. ഹി uttered a low cackle. He made a sound. ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അമ്മ തിരിച്ചും ശബ്ദം ഉണ്ടാക്കി അവനെ നോക്കുകയാണ് ചെയ്യുന്നത്. Ga ga ga, he cried, begging her to bring him over some food. Galua, she screamed back mockingly. But he kept calling plaintively, and after a minute or so, he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within the reach of his beak. അപ്പോൾ രണ്ടുപേരും കരയുന്നു, പരസ്പരം ശബ്ദമുണ്ടാക്കുന്നു. ഗാലുവ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവൻ്റെ അമ്മ അവനെ കളിയാക്കുകയാണ്. ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ പരിഹസിച്ചുകൊണ്ട് തിരിച്ച് ശബ്ദം ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്.
ബട്ട് ഹീ കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പക്ഷെ അവൻ ദുഃഖാർദ്രമായി, പ്ലെയിൻറ്റീവ്ലി മീൻസ് ദുഃഖത്തോടുകൂടെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു മിനിറ്റിന് ശേഷം അവൻ വല്ലാതെ സന്തോഷത്തോടുകൂടെ ഒരു ശബ്ദമുണ്ടാക്കി എന്ന് പറയുകയാണ്, അറ്റ ശബ്ദം ഉണ്ടാക്കുക അല്ലേ. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അമ്മ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണവും മുറിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗേർലി, മുന്നോട്ട് ആഞ്ഞു അവൻ. കാരണം അവൻ നിൽക്കുന്നത് ഓൾറെഡി ഈ ലെഡ്ജിന് അറ്റത്താണ്. വളരെ ഈഗേർലി, വളരെയധികം ആവേശത്തോടു കൂടെ അവൻ മുന്നോട്ട് ആയുകയാണ്. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്, കാലുകൊണ്ട് ആ റോക്കിൽ, ആ പാറയിൽ ഇങ്ങനെ അടിക്കുന്നു. അവന് ആകാംക്ഷ കൂടുകയാണ്. ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. തൊട്ടടുത്ത് ഇങ്ങനെ കറങ്ങി പറക്കുന്ന, വട്ടമിട്ട് പറക്കുന്ന അമ്മയുടെ അടുത്തെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തൊട്ടടുത്ത് എത്തിയ ഉടനെ അമ്മ എന്ത് ചെയ്തു? വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്. എബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തോളോട് തോളുന്നാണ് എന്ന് പറഞ്ഞാൽ ആ ലെഡ്ജിനൊപ്പത്തിനൊപ്പം എത്തിയ സമയത്ത് അമ്മ അവിടെ നിന്നു. ഷീ ഹാൾട്ടഡ്, ഹർ ലെഗ്സ് ഹാങ്ങിങ് ലിംപ്, ഹർ വിങ്സ് മോഷൻലെസ്. ഷീ സ്റ്റുഡ് ദർ ഓൺ ദ എയർ. അവിടേക്ക് അടുത്തേക്ക് വന്നില്ല, അവിടെ കുറച്ച് വിട്ടിട്ട് അവന് തൊട്ട് മുകളിലായിട്ട് നിന്നു. ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. അമ്മയുടെ വായിലിരിക്കുന്ന, കൊക്കിലിരിക്കുന്ന മത്സ്യക്കഷ്ണം അവൻ്റെ കൊക്കിൽ എത്തിയില്ല എന്നുള്ള തരത്തിൽ അമ്മ നിന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. With a loud scream, he fell outwards and downwards into space. His mother had swooped upwards, and he passed beneath her. He heard the swish of her wings. എന്തുകൊണ്ടാണ് അമ്മ അടുത്ത് വരാത്തതെന്ന് ചിന്തിച്ചുകൊണ്ട്, അത്ഭുതപ്പെട്ടുകൊണ്ട് അവൻ കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ വിശപ്പിനാൽ ഭ്രാന്തനായി അവൻ എടുത്തു ചാടുകയാണ് മീൻ കഷ്ണത്തിന് വേണ്ടി. വലിയൊരു ശബ്ദത്തോടുകൂടെ അവൻ ആ ലെഡ്ജിൽ നിന്ന് പുറത്തേക്ക് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ്. അമ്മ വളരെ ശക്തിയായി മുകളിലേക്ക് ഉയർന്നു. സൂപ്ഡ് അപ്വേർഡ്സ്. ആൻഡ് ആസ് ഹി പാസ് ബിനീത്ത് ഹർ, ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് എ വിങ്സ്. അമ്മയുടെ ചിറകടി ശബ്ദം, സ്വിഷ്, അവന് കേൾക്കാമായിരുന്നു. അവൻ താഴേക്ക് കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ. Then a monstrous terror seized him and his heart stood still. പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു ടെറർ, ഭയം. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ രാക്ഷസീയമായ. അവിടെ ഉദ്ദേശിച്ചത് വലിയൊരു ഭയം എന്നാണ്. വലിയൊരു ഭയം അവനെ പിടികൂടി. അവൻ്റെ ഹൃദയം നിലച്ചു. ഹി കുഡ് ഹിയർ നത്തിങ്. അവനൊന്നും കേൾക്കാൻ പറ്റാതെയായി അല്ലേ. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെൻറ്റ്. കുറച്ച് നേരത്തേക്ക് പക്ഷെ അത് നിലനിന്നുണ്ടായിരുന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അടുത്ത നിമിഷം അവൻ പോലും അറിയാതെ അവൻ്റെ ചിറകുകൾ പുറത്തേക്ക് വിടർന്നു. ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് പ്രസ് ഫെദേഴ്സ്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. കാറ്റ് ശക്തിയായി അവൻ്റെ നെഞ്ചത്തും നെഞ്ചിലുള്ള തോവലുകൾക്കും വയറിനുമിടയിലേക്ക് അടിച്ചു കയറി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവൻ്റെ ചിറകുകൾ വായുവിനെ വെട്ടിമുറിച്ച് മുന്നോട്ട് പോകുന്നത് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. അവനിപ്പോൾ തല കീഴായി വീഴുകയല്ല, ചിറകുകൾ വിടർത്തി പറക്കാൻ തുടങ്ങി. ഹി വാസ് സോറിങ് ഗ്രാജ്വലി. മുകളിലേക്ക് ഉയരുകയാണ്. സോറിങ് ഗ്രാജ്വലി, പതിയെ പതിയെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. താഴോട്ട് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, ഉയരുന്നു. ഹി ഈസ് ആക്ച്വലി ലേണിംഗ് ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് ദെയർ. പറക്കുന്ന കല സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യം വന്ന സമയത്ത് അവൻ പറക്കുന്ന കല പഠിക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. അവനിപ്പോൾ ഭയമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. കുറച്ച് മയക്കം തോന്നി അവന്. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോർ അപ്വേർഡ്സ്. ചിറകുകൾ രണ്ടും ഇട്ടടിച്ച് അവൻ മുകളിലേക്ക് ഉയർന്നു വന്നു. ഹി അട്ടർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്പ് ദം അഗെയിൻ. വളരെ സന്തോഷത്തോടുകൂടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചിറകുകൾ ആഞ്ഞടിച്ചു അവൻ. ഹി സോർ ഹയർ. അവൻ ഉയർന്നുകൊണ്ടേയിരുന്നു. ഹി റൈസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അവൻ അവൻ്റെ നെഞ്ച് ഉയർത്തി കാറ്റിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് അല്ലേ. ഗ ഗ ഗ ഗാലുവ. ഹിസ് മദർ സൂപ്ഡ് പാസ് ഹിം. അവൻ്റെ അമ്മ അതിന് പുറകെ വന്നു.
ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്, അവരുടെ ചിറകുകളും ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഹി ആൻസേർഡ് ഹർ വിത്ത് അനദർ സ്ക്രീം, തിരിച്ച് അമ്മയുടെ ശബ്ദത്തിന് അവൻ മറുപടി കൊടുക്കുന്നു. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്, അച്ഛനും ശബ്ദമുണ്ടാക്കി ആഹ്ലാദത്തോടുകൂടെ അവിടെ എത്തുന്നു. ദെൻ ഹി സോ ഹിസ് 2 brothers and sister flying around him, soaring and diving. അവൻ്റെ 2 സഹോദരന്മാരും അവൻ്റെ കുഞ്ഞു പെങ്ങളും അവൻ്റെ അടുത്ത് വന്ന് ഉയർന്നു പറക്കുകയും ഡൈവ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. തനിക്ക് പറക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്ന സത്യം അവൻ മറന്നു. അവൻ ഡൈവ് ചെയ്യാനും ഉയർന്നു പറക്കാനും പരുക്കൻ ശബ്ദത്തിൽ ഉറക്കെ കരയാനും തുടങ്ങി. He was near the sea now, flying straight over it, facing out over the ocean. അപ്പോൾ അവൻ കടലിനെ നേരെ കാണുകയാണ്, കടലിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്, കടലിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. He saw a vast green sea beneath him with little ridges moving over it. അവന് കാണാൻ കഴിയുന്നത് വിശാലമായ പച്ച നിറത്തിലുള്ള കടലാണ് അവന് താഴെ. അതിന് മുകളിൽ ചെറിയ ചെറിയ തിരമാലകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. He turned his beak sideways and crowed amusedly. അത്ഭുതത്തോടുകൂടെ അവൻ കരഞ്ഞ ശബ്ദമുണ്ടാക്കി. His parents and his brothers and sister had landed on the green floor in front of him. അവൻ്റെ മുന്നിലുള്ള ആ പച്ച നിറത്തിലുള്ള ആ തറയിൽ, അതായത് സമുദ്രത്തിൽ, അവൻ്റെ രക്ഷിതാക്കളും അവൻ്റെ സഹോദരങ്ങളും പതുക്കെ ഇറങ്ങി. They were beckoning to him, calling shrilly. അവനെ പരുക്കൻ ശബ്ദത്തോടുകൂടെ വിളിച്ച് അവർ മാടി വിളിച്ചു എന്നാണ് പറയുന്നത്. ബെക്കനിങ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. മാടി വിളിക്കുക എന്ന് പറയുമ്പോൾ ചിറകുകൊണ്ട് വിളിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. He dropped his legs to the stand on the green sea. അവൻ്റെ കാലുകൾ തൂക്കി കടലിന് പുറത്ത് തൊട്ടു. His legs sank into it. അവൻ്റെ കാലുകൾ സാങ്ക്, സിങ്കിൻ്റെ പാസ്റ്റാണ് അല്ലേ, കാലുകൾ അതിനകത്തേക്ക് മുങ്ങിപ്പോയി. He screamed with fright and attempted to rise again. അലറി വിളിച്ചുകൊണ്ട് പേടിച്ച് അവൻ ഉയരാൻ വേണ്ടി ശ്രമിച്ചു. Flapping his wings, ചിറകടിച്ചു. But he was tired and weak with hunger and he could not rise. അവൻ വളരെ തളർന്നിരുന്നു. വിശപ്പ് കൊണ്ട് തളർന്ന് അവന് ഉയരാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. ആ ഒരു പ്രയത്നത്താൽ അവൻ എക്സോസ്റ്റഡ്, തളർന്നു, ടയേർഡ്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ. അവൻ്റെ കാലുകൾ ആ പച്ച കടലിലേക്ക് താന്നുപോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. അവൻ്റെ വയറ് ആ കടലിന് മുകളിൽ വെള്ളത്തിന് ഉപരിതലത്തിൽ തൊട്ടു. ആൻഡ് ഹീ സാങ് നോ ഫർദർ. അതിനുശേഷം അവൻ മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ അവൻ്റെ കാലുകൾ രണ്ടും മുങ്ങി, അവൻ്റെ വയറ് വെള്ളത്തിൽ തട്ടിയ ഉടനെ അവൻ പിന്നീട് താഴോട്ട് മുങ്ങിപ്പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ്, പ്രൈസിംഗ് ഹിം ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവൻ അതിന് പുറത്ത് ഒഴുകി നടക്കുകയാണ്. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്. അവന് ചുറ്റും അവൻ്റെ ഫാമിലി, കുടുംബം വന്ന് ആഹ്ലാദത്തോടുകൂടെ ശബ്ദമുണ്ടാക്കി അവനെ പുകഴ്ത്തി. ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. ഒരു സ്രാവിൻ്റെ കഷ്ണം മുറിച്ച് അവന് കൊടുത്തുകൊണ്ട് അവനെ പുകഴ്ത്തി. ഹി ഹാഡ് മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ അവൻ്റെ ആദ്യത്തെ പറക്കൽ നിർവഹിച്ചു. അവൻ ആദ്യമായി പറന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവന് ആവശ്യമുണ്ടായ സമയത്ത് അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഭയമായിരുന്നു. പക്ഷെ ഭയത്തെ നേരിടാൻ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? എന്താണോ ഭയക്കുന്നത് അത് ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും യങ് സീഗൾ അതാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ അല്ലേ, ആവശ്യമാണ് ഇവിടെ അവനെ കൊണ്ട് പ്രവൃത്തി ചെയ്യിച്ചത്. പലപ്പോഴും മടി കൊണ്ടാണ് പലതും നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നതെന്ന് നമ്മൾ പറയും. പക്ഷേ തീവ്രമായ ആഗ്രഹമോ ആവശ്യമോ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കാൻ നിർബന്ധിതരാവും, നമ്മൾ പ്രവർത്തിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന കഥ. ഒരു കുടുംബം എങ്ങനെയാണ്
അതിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും എത്രത്തോളം പിന്തുണ കൊടുക്കുന്നുവെന്നും നമുക്കിതിലൂടെ മനസ്സിലായി. ഒരു കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതത്തിൽ ആത്മവിശ്വാസത്തിനും അതുപോലെ തന്നെ ഭയമില്ലായ്മയ്ക്കും ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. പാഠം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.